ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ദീപ്തിയും ഷഫാലിയും ഒരേപോലെ തിളങ്ങുന്നു. ഇതൊരു വല്ലാത്ത നിമിഷമാണ്. ഈ ഒരു ലോകകപ്പ് ഫൈനലിന്റെ എല്ലാ കെട്ടും മട്ടും ഭാവവും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം തന്നെ, വനിതാ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൽ ഉണ്ടായിരുന്ന ഒരു പിച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. നമ്മൾ ഒരു 30 ഓവറിന് ശേഷം റൺസ് കണ്ടെത്താനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള ഒരു പിച്ചല്ല. കാരണം എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിന് മുമ്പ് മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറെ ലേറ്റ് ആയിട്ടാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിച്ച് അത്രത്തോളം നേരം കവറിന് അടിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ആ പിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു നല്ല സ്റ്റാർട്ട് ലഭിച്ചതിന് ശേഷം പക്ഷെ ഇന്ത്യക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കാതെ വന്നത്. ഇന്ത്യ ഒരു 330 റൺസിലേക്കൊക്കെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു പിച്ചിന്റെ ഒരു സ്ലോനെസ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഒരു 298 റൺസിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയത്. അപ്പൊ തന്നെ നമുക്കറിയാം ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് റൺസ് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ പോലും പിന്നീട് ഇന്ത്യയുടെ സ്പിന്നർമാരുടെ മുമ്പിൽ സൗത്ത് ആഫ്രിക്ക എപ്പോഴെങ്കിലുമൊക്കെ അവരൊരു നമുക്കൊരു അവസരം തരുമെന്നുള്ളത്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 25 ഓവറിൽ ഇന്ത്യയുടെ പെൺകുട്ടികൾ കാണിച്ച ഒരു ഫീൽഡിംഗ് മികവാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ആ ഒരു സമയത്ത് തന്നെ. അതിനുശേഷം ക്യാച്ചുകൾ നഷ്ടപ്പെട്ടു. ദീപ്തി ശർമ്മയുടെ കയ്യിൽ നിന്നൊരു ക്യാച്ച് നഷ്ടപ്പെട്ടു. ജമീമ റോഡ്രിക്സിന്റെ കയ്യിൽ നിന്നൊരു ക്യാച്ച് നഷ്ടപ്പെട്ടു. പക്ഷെ അതുവരെയുള്ള സമയത്ത് നമ്മുടെ ഫീൽഡർമാരുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എഫേർട്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു താരമാണ് ശ്രീചരണി. അവസാന ഓവറിൽ മാത്രമാണ് ശ്രീചരണി കുറച്ച് റൺസ് വിട്ടുകൊടുത്തത്. ഇത്രയും മികച്ച രീതിയിൽ ഒരു ലെഫ്റ്റ് ആം സ്പിൻ ബോൾ ചെയ്യുന്ന ഒരു ബൗളർ ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം മികച്ച രീതിയിലാണ് ശ്രീചരണിയുടെ ഒരു പെർഫോമൻസ്. അതുപോലെ തന്നെ ദീപ്തി ശർമ്മ എപ്പോഴും ഒരു ആപത് ഘട്ടങ്ങളിൽ എപ്പോഴും ഇന്ത്യക്ക് തുണയാകുന്ന ഒരു പ്ലെയറാണ്. മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് കൊണ്ട് ആദ്യം 58 റൺസ് നേടി അതിനുശേഷം 5 വിക്കറ്റ് നേടിക്കൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ദീപ്തി ശർമ്മയ്ക്ക് സാധിച്ചിരിക്കുന്നു. ഏതായാലും ചരിത്ര നിമിഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ക്രിക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ വിജയം അതിനെല്ലാം വലിയ ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, നമ്മൾ ഇന്ത്യൻ വനിതകളെ കുറിച്ച് അല്ലെങ്കിൽ വനിതാ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ അഭിമാനത്തോടെ ഓർത്തെടുക്കേണ്ട ഒരു പേരുണ്ട്. 1990-95 കാലഘട്ടത്തിൽ ഏതാണ്ട് 2000 വരെയൊക്കെ മുംബൈ ക്രിക്കറ്റിന്റെ നെടുന്തൂണായിരുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ സഞ്ജയ് മഞ്ജരേക്കറുടെ നിഴലിന് പിറകിൽ മാത്രമായിരിപ്പോയിരുന്ന ആ താരം ഇന്ന് ഈ ലോകകപ്പ് ഇന്ത്യക്ക് വാങ്ങിത്തരുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച അമോൽ മജൂംദാർ ആണ്. ശ്രീ എസ് മനോജ്, നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു കൗമാര കാലത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ രാജാവായിരുന്നു അമോൽ മജൂംദാർ. ഒരുപക്ഷെ നിയോഗം ഇങ്ങനെയായിരിക്കും ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു ലോക കിരീടത്തിനായിരിക്കും അമോൽ മജൂംദാർ കാത്തിരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് അമോൽ മജുംദാറിനെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ എത്രത്തോളം റൺസ് കണ്ടെത്തിയ, രഞ്ജി ട്രോഫിയിൽ അത്രത്തോളം മികച്ച പ്രകടനങ്ങൾ നടത്തിയ ഒരു പ്ലെയറാണ് അമോൽ മജുംദാർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയുടെ കുപ്പായം അണിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം എന്തായാലും ഒരു ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. കാരണം അത്രത്തോളം പെർഫോമൻസ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. പക്ഷെ മുംബൈയിൽ നിന്നുള്ള ഒരു താരമായിട്ട് ഒരുപിടി ലോകോത്തര താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ മുംബൈ. അവിടെ നിന്നുള്ള ഒരു താരമായിട്ട് പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇതായിരിക്കും ചിലപ്പോൾ മഹേഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്. ഈ ഒരു പെൺകുട്ടികളുടെ ക്രിക്കറ്റിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ചരിത്ര ഒരു മുഹൂർത്തം കുറിക്കുമ്പോൾ അതിന്റെ കോച്ചായിട്ട് അവരുടെ അമരക്കാരനായിട്ട് മുന്നിൽ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ സെമി ഫൈനൽ മത്സരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ പോസ്റ്റ് മാച്ച് കമന്റ്സിലൊക്കെ ഹർമൻപ്രീത് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഹർമൻപ്രീത് വളരെയധികം ഒരു റെസ്പെക്റ്റോടും സ്നേഹത്തോടും കൂടിയാണ് അമോൽ മജുംദാറിനെ കുറിച്ച് ആ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു നിയോഗം ഇത് തന്നെ ആയിരിക്കും. ഈ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ അതിന്റെ ഒരു കോച്ചായിട്ട്, ഒരു ഹെഡ് കോച്ചായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഘടകം തന്നെയാണ്. യെസ്, അപ്പോൾ കയ്യടി കൊടുക്കണം അമോൽ മജൂംദാറിനും, കയ്യടി കൊടുക്കണം ഹർമൻപ്രീതിനും, കയ്യടി കൊടുക്കണം സ്മൃതി മന്ദാനയ്ക്കും, കയ്യടിക്കണം നമ്മൾ ദീപ്തി ശർമ്മയ്ക്കും, കയ്യടിക്കണം നമ്മൾ ജമീമ റോഡ്രിഗസിനും, കയ്യടിക്കണം ടീം ഇന്ത്യക്ക് ഒന്നാകെ കയ്യടിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി
യഥാർത്ഥത്തിൽ ഉറക്കമില്ലാത്ത രാത്രിയാണ്. 83-ൽ കപിൽ ദേവിന്റെ വിജയം കണ്ട അന്ന് ആളുകൾ ഉറങ്ങാതെ റോഡിലേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അതിന് സമാനമായ മുംബൈയിലും തെരുവ് നിറഞ്ഞിരിക്കുകയാണ്. സമാനമായി രാജ്യം ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസം തന്നെയാണ്. ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു, ഹർമനാണ് താരം, മാസാണ് മന്ദാന, ജ്വലിക്കുന്നുണ്ട് ജമീമ. ഇന്ന് നമ്മൾ കണ്ടത് ഷഫാലിയുടെ ഷോയാണ്. ഇന്ന് പിച്ചിൽ റിച്ച് ആയിരുന്നു, റിച്ച ഘോഷ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കേണ്ടതാണ്. ഇനിയും വരും പുതിയ താരങ്ങൾ, ഇത് കണ്ടിറങ്ങും അല്ലെ? പുതിയ കിരീടങ്ങളും പുതിയ സ്വപ്നങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഇനിയും വരും, ഇനിയും നമ്മൾ കപ്പെടുക്കും. അതിന് ഉറങ്ങാത്ത ഈ രാത്രി സാക്ഷിയാണ്. നന്ദി, നമസ്കാരം. ഈ ലോക കിരീടം ചൂടിയതിന്റെ സന്തോഷം പങ്കുവെച്ചുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. വാർത്തകൾ തുടരുന്നു.